നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ദുബായിലാണ്. ദുബായ് കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കിയേ, ഇതാണ് ദുബായ് കരാമയിലുള്ള ഫ്രെയിം ടവർ. വളരെ ഫേമസ് ആയിട്ടുള്ള ദുബായിലുള്ള ഒരു സ്ഥലമാണ് കരാമ ഫ്രെയിം ടവറിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഞാൻ ദുബായ് കരാമയിൽ വ്ളോഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദുബായ് കരാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുബായിൽ റെസ്റ്റോറൻറ്റ് ഉള്ള സ്ഥലമാണ്. ഏകദേശം 5000 കണക്കിന് റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. നമ്മളെ കേരളത്തിൻ്റെ തനിതായ സ്റ്റൈലുള്ള റെസ്റ്റോറൻറ്റുകളും അതിന് പുറമേ നോർത്ത് ഇന്ത്യൻ, അതേപോലെ ചൈനീസ്, അങ്ങനെ എല്ലാം കൂടെയുള്ള ഒരു ഗംഭീര സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും. മാത്രമല്ല, ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മളെ പുണ്യമാസം റംസാൻ തുടങ്ങി, ഇന്നാണ് തുടങ്ങുന്നത്, ആ ദിവസമാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും റംസാൻ കരീം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ കാണുന്നതാണ് ദുബായിലെ ഫ്രെയിം, അതായത് ദുബായ് ഫ്രെയിം ടവർ. ഓക്കെ, അടിപൊളിയല്ലേ കാണാൻ? ഇതൊരു ഐക്കോണിക് ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ദുബായിലുള്ള. കരാമയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഈ പറഞ്ഞ ടവറിലേക്ക് പോകും. അതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് മേലെ കാണുന്നത് ഗ്ലാസ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ദുബായിയുടെ എല്ലാ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നിട്ട് ഇതെല്ലാം കാണിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കരാമയിലുള്ള എല്ലാ സ്ട്രീറ്റുകളും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ എന്താ തുടങ്ങാല്ലേ? അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമുക്ക് വൈകുന്നേരത്തെ ഈവനിങ് ഇരിക്കാൻ പറ്റുന്ന പാർക്കാണ്. ദുബായ് കരാമേൻ്റെ ഉള്ളിലുള്ള തന്നെ എന്താ പറയുക, ഫ്രെയിം ടവറിൻ്റെ ഉള്ളിലുള്ള പാർക്ക്. ഇതെന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ട്രാക്ക്. വൈകുന്നേരങ്ങളിൽ നമുക്ക് ജോഗിങ് ചെയ്യാനും ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക, ഇങ്ങനെ ദുബായ് ഗവൺമെൻറ് നമുക്ക് ഒരുക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ദുബായിലെ കരാമ സെൻറ്റർ മൊത്തം ഒന്ന് കറങ്ങാൻ പോവുകയാണ്. അതിലുള്ള സ്പെഷ്യൽ പ്ലേസ് ആയിട്ടുള്ള കുറച്ച് റെസ്റ്റോറൻറ്റുകൾ ഞാൻ പരിചയപ്പെടുത്തരാം. പിന്നെ കരാമയിലെ പാർക്ക് ഞാൻ പരിചയപ്പെടുത്താം. പിന്നെ അതേപോലെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, അതായത് നമ്മളെ ദുബായ് ഫ്രെയിമിൻ്റെ കണ്ടില്ലേ, ദുബായ് ഫ്രെയിം. അത് ക്രോസ് ചെയ്യാനുള്ള നമ്മുടെ ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. കണ്ടോ? ആളുകൾ ഫുൾ ടൈം ഇവിടെ വന്നിട്ട് ഈ ഫ്രെയിം ടവറിൻ്റെ വീഡിയോ എടുക്കാൻ എല്ലാ ആൾക്കാരും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പ്ലേസ്. ഇവിടെ നമുക്ക് ബുർജ് ഖലീഫും കാണാം. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. आपका नाम क्या है? मेरा नाम है शंकर सिंह. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒന്ന് പരിചയപ്പെട്ടതാണ്. ഫ്രെയിം ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്ന ഭാഗമാണ് കരാമ എന്ന് പറയുന്നത്. ഈ ഭാഗം മൊത്തം അങ്ങോട്ടാണ് കരാമ. ഞാൻ അങ്ങോട്ട് ആ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കരാമയിലുള്ള ലുല്ലു കാണിച്ച് തന്നെ തുടങ്ങാം. കരാമ ലുല്ലു ഇവിടെയാണ്. നോക്കിക്കോളൂ, കരാമ ലുല്ലു. ഈ കരാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുള്ള സ്ഥലം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ, ഇനി നിങ്ങൾ അങ്ങോട്ട് അവിടെ മുതൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുകയാണ്. അടുപ്പിച്ച് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്. ഈ സ്ഥലം കാണുന്നുണ്ടോ? ഇതാണ് ലുല്ലുവിലേക്ക് പോകേണ്ട വേറൊരു എൻട്രൻസ് ആണ്. ഇവിടെ കാണുന്നുണ്ടോ ഫേമസ് ആയിട്ടുള്ള കടവ് റെസ്റ്റോറൻറ്റ്, പ്രിൻസ് സ്വീറ്റ്സ്, മലബാർ പാരഡൈസ് റെസ്റ്റോറൻറ്റ്. ഇന്ന് നോമ്പ് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് ഇഷ്ടം പോലെ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്തൊരു രസമെന്ന് പറയുന്നത്. ഈ കാണുന്നതൊക്കെ ഹോട്ടലിൽ എൻ്റെ പുറത്ത് ആൾക്കാർ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുള്ള ഏരിയ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് കൊണ്ട് കളിയാണ്. കോഴിക്കോടിന് രുചി എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോടിന് കാലിക്കറ്റ് എംപയർ റെസ്റ്റോറൻറ്റ്, തക്കോലം, ഇത് വേറൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇപ്പം നോമ്പ് തുടങ്ങുന്ന 6 മണിക്കല്ല, ഇനി 6:30 ആവും. ഈ കാണുന്നതാണ് ADCBൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗമാണ്. ഇങ്ങോട്ട് നെസ്റ്റോ. ഇപ്പം നമ്മൾ ആ ഭാഗത്തിൽ ഇഷ്ടം പോലെ ഹോട്ടൽസ് കണ്ട്. കരാമ ADCB മെട്രോ സ്റ്റേഷൻ കാണുന്നത് അവിടെയൊക്കെ ഹോട്ടൽസാണ്. ഇതാണ്
കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് വലിയ വിഷയമായിട്ടുണ്ടാവും. ഇതാണ് കറി ചട്ടി റെസ്റ്റോറൻറ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളായതല്ല ഇവിടുത്തെ. ഫ്ലവേഴ്സിൻ്റെ കട കണ്ട, ഇതാണ് ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെയും ചെടികളുടെയും കട. അങ്ങനെ ഞാൻ ADC പിന്നെ നടന്ന് മെയിൻ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് മെയിൻ കരാമ എന്ന് പറഞ്ഞ സ്ഥലം. ഇനി ഞാൻ ദേ പുട്ടിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. മെട്രോ അവിടുന്ന് പോകുന്നു. ഇത് കണ്ടോ മെയിൻ റോഡ് കണ്ടോ. ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ സീബ്രാൻ ലൈനിൽ എല്ലാം ഇവിടുന്ന് ക്രോസ് ചെയ്ത് വിടാം. ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 400 ദിർഹംസ് ഫൈനാണ്. ഏതായാലും ഇനി ഫുട്പാത്തിനുള്ളിൽ നടക്കട്ടെ. ഇതാണ് റെസ്റ്റോറൻറ്റുകൾ തന്നെ. ചായക്കട നല്ല രീതിയിൽ വേണ്ട. കീർത്തി റെസ്റ്റോറൻറ്റ്. മൊത്തം റെസ്റ്റോറൻറ്റുകൾ. ഞാൻ ദേ പുട്ട് നോക്കി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ പുട്ടിൻ്റെ വഴി കറക്റ്റ് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചോദിച്ചു പോവുക. അങ്ങനെ ദേ പുട്ട് എന്ന് പറഞ്ഞ് എത്തി. ദിലീപേട്ടൻ്റെ ഫോട്ടോ കാണല്ലേ, ദേ പുട്ട്. ദേ പുട്ടിൻ്റെ മുമ്പിൽ കൂടി ഞാനിതിൻ്റെ പിന്നു ഭാഗത്തേക്കോട്ട് പോട്ടെ. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് ദേ പുട്ടിൻ്റെ പിന്നിലെത്തി. അപ്പോഴതൊക്കെ എൻ്റെ ഫാമിലി, എൻ്റെ ഇളയച്ചനും ഇളയമ്മയും പിന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇവിടുത്തെ ഈവനിങ് ടീ കുടിക്കുന്നത്. അപ്പോൾ നമ്മളായിട്ട് കുറക്കണ്ടല്ലോ, നമ്മളും വന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു. നിങ്ങളെ ചായ കഴിക്കും, എല്ലാവരും ചായ കഴിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരാമയിലെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് കരാമയിലെ റെസ്റ്റോറൻറ്റ് കുറിച്ച് കാര്യമായി പറഞ്ഞത്? ദുബായിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് സാറിനുള്ളത് കരാമയിലാണ്. ആദ്യം തന്നെ നമ്മളെ കേരളത്തിലത്തെ മെയിൻ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മലബാർ ടേസ്റ്റുകൾ മൊത്തം അല്ലേ, എല്ലാ ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ്സും കേരളത്തിൽ കിട്ടും. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കാലിക്കറ്റ് പാരഗണും മലബാർ പാരീസുമാണ്. അതെ. അപ്പോൾ ഞാൻ ഈ അടുത്തതായിട്ട് കാലിക്കറ്റ് പാരഗൺ കാണിക്കാൻ പോവുകയാണ്. അതേപോലെ അതിനടുത്തുള്ള കുറച്ച് റെസ്റ്റോറൻറ്റും കൂടി കാണിക്കും. അപ്പോൾ താങ്ക് യു. അത് കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് കഴിഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് കാണിക്കാത്ത വെച്ചാൽ അവർ ചായ കുടിച്ച് കഴിഞ്ഞിരുന്നു. ഞാനൊരു കട്ടൻ ചായ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് കരാമ മെയിൻ സെൻറ്ററിന് സ്ഥലത്തേക്ക് പോവുകയാണേ. ഇതൊക്കെ ഒരു പള്ളിയാണ് കാണുന്നത്. കണ്ടോ, അവിടെ തിരക്ക് കണ്ടു. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായി. നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, അവിടെ ആൾക്കാരൊക്കെ പള്ളീൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു റെസ്റ്റോറൻ്റാണ് ഇവിടെയുള്ള കരാമയിലുള്ള, അതായത് കോഴിക്കോട് സ്റ്റാർ ഹോട്ടൽ. കണ്ടോ, ഇതെല്ലാം മൂസാക്കാൻ്റെ ചായക്കട. എന്താ അപ്പുറത്ത് വേറൊരു റെസ്റ്റോറൻറ്റ്, പേരെന്താണ്, അസ്ബില റെസ്റ്റോറൻറ്റ്. ഈ കരാമ എന്ന് പറയുന്നത് മിനി കേരളം എന്നാണ് അറിയപ്പെടുന്നത്. അത്രമാത്രം മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ മെയിൻ സ്ഥലമായിട്ടുള്ള കരാമ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മെയിൻ കരാമ സെൻറ്ററാണ് ഈ കാണുന്നത്, പിന്നിൽ കാണുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ക്രോസ് ചെയ്ത് വന്നു. കരാമ ഷോപ്പിംഗ് സെൻറ്റർ ഇവിടെ പിന്നിലുണ്ട്. ഇനി ഞാൻ പോകുന്നത് വെച്ചാൽ കരാമയുടെ പാർക്ക്, കരാമ പാർക്ക്. ഇതോ ആ കാണുന്നതാണ് കരാമ പാർക്ക്. അവിടെയാണ് കാലിക്കറ്റ് പാരഗൺ എന്നുള്ള ഫേമസ് റെസ്റ്റോറൻറ്റുള്ളത്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പം. പിന്നെ ഇവിടെയുണ്ട് ഒരു ലുല്ലു. അങ്ങനെ വേറെ ലുല്ലു, കരാമയിലുള്ള വേറെ ലുല്ലു ആണ്. സമയം വൈകുന്നേരം 6:30 കാണും. 6:30 സമയമാണ് ഇത് കാണുന്നത്. ഇതാണ് കരാമ പാർക്ക് നിൽക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ. മെയിൻ കരാമ പാർക്കാണ് ഈ കാണുന്നത്. വൈകുന്നേരങ്ങളിലും ഫുൾ ടൈം ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം കരാമ പാർക്ക്. എപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കും. നല്ല രസമാണ്. കുറേ ആൾക്കാരുണ്ടാവും ഇവിടെ. എല്ലാം അടിപൊളി. ഇപ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കുക. ഇവിടെ നിന്നൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കാണിച്ചു തരാം. കരാമ പാർക്ക് കാണാൻ എന്ത് രസമല്ലേ, വൈകുന്നേരം അടിപൊളി. പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഫ്രെയിം ടവർ കാണുന്നില്ല. ഫ്രെയിം ടവറിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് ബുർജ് ഖലീഫേൻ്റെ ഇങ്ങനെ കാണാം. കണ്ടാ, ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കാലിക്കറ്റ് പാരഗൺ. കരാമയിലുള്ള ഫേമസ് റെസ്റ്റോറൻറ്റ് കാലിക്കറ്റ് പാരഗൺ. ഇതാണ് കാലിക്കറ്റ് പാരഗൺ. കണ്ടോ, കരാമയിലുള്ള ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. ഭയങ്കര തിരക്കായിരിക്കും. ആൾക്കാരൊക്കെ ഉച്ചക്കത്തെ ഊണിനൊക്കെ പുറത്ത് ഇവിടെ ഇങ്ങനെ ക്യൂ ആയിരിക്കും. ഞാനുള്ള ഇഷ്ടം പോലെ പ്രാവശ്യം ക്യൂ നിന്നിട്ട് ടോക്കൺ സഹിതം വിളിച്ചിട്ട് ഉള്ളിൽ കയറാറുണ്ട് പതിവ്.
ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. കാണുന്നില്ല, ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. കനാമ പാർക്കിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് വ്യൂ പോയിൻ്റ് ഉണ്ടേ, അടിപൊളി വ്യൂ പോയിൻ്റ്. അതാ ഇതിൻ്റെ ഉള്ളിൽ, ടവറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബുർജ് ഖലീഫ ഇങ്ങനെ കാണാം. കാണിച്ചു തരാം. ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ബുർജ് ഖലീഫ ഇങ്ങനെ കാണാം. ബുർജ് ഖലീഫിൻ്റെ ടോപ്പാണ് കാണുന്നത്. ഇനിയും ഇവിടെ ഫേമസ് ആയിട്ടുള്ള കുറേ ഹോട്ടൽസ് ഉണ്ട്. ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഞാൻ ഹോട്ടൽസ് കാണിക്കാന്ന് വെച്ചാൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഹോട്ടൽസ് കാണിക്കാന്ന് വെച്ചാൽ ഇറങ്ങിയത് മാത്രമല്ല, ഈ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും കൂടുതൽ ഹോട്ടൽസ് ഉള്ള ദുബായിലെ സ്ഥലമാണിത്. പിന്നെ അത് മാത്രം നൈറ്റ് ലൈഫ്, ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്ന സ്ഥലമാണ് ഈ കരാമ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത് തന്നെ ആരാമം, അതേപോലെ കുറേ ഇഷ്ടംപോലെ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അടുത്ത് ഇഷ്ടംപോലെ ഹോട്ടൽസാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ സൂപ്പർ 24 hours ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ദുബായിലുള്ള ഈ കരാമ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഈവനിങ് ദുബായിലെ കരാമ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കുറച്ച് ഹോട്ടൽസ് കാണിക്കാൻ പോയി. പിന്നെ കരാമ പാർക്ക്, ഇതാ കരാമ പാർക്കാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം ഫ്രെയിം ടവർ, കാണുന്ന ഫ്രെയിം ടവറിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഒരു 3-4 കിലോമീറ്റർ നടന്നുകൊണ്ട് നമ്മൾ കരാമ സ്ഥലങ്ങളൊന്ന് കാണിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.